നമസ്കാരം. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാദം എന്ന നൃത്തോത്സവം ഗിന്നസ് റെക്കോർഡ് കണക്കാക്കിയാണ് അവർ അവതരിപ്പിച്ചത്. 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ നൃത്തോത്സവത്തിൻ്റെ ചടങ്ങിലേക്ക് എത്തിയ ഉമാ തോമസ് MLA മുകളിൽ അശാസ്ത്രീയമായി കെട്ടി ഉയർത്തിയിരുന്ന സ്റ്റേജിൽ നിന്നും 15 അടി താഴേക്ക് വീണ് അതീവ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോഴും റിണൈ മെഡിസിറ്റിയിൽ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോഴും ഇനിയും ദീർഘനാൾ ചികിത്സയിൽ കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിലേക്ക് പഴയപടി തിരിച്ചെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. 12,000 നർത്തകരെ ഉൾപ്പെടുത്തി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തിയ ഈ നൃത്തോത്സവം ഗിന്നസ് റെക്കോർഡ് കണക്കാക്കി നടത്തിയത് അല്ലെങ്കിൽ അത് ലഭ്യമാക്കാൻ വേണ്ടി നടത്തിയത് എന്ന് പറയുമ്പോൾ ഈ നൃത്തോത്സവത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നത് വൻ സാമ്പത്തിക കൊള്ള തന്നെയാണ്. കൊള്ളയുടെ നൃത്തമായിരുന്നു കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12,000 നർത്തകർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ വന്നിരിക്കുന്നത് 11,600 പേർ ഈ നൃത്തോത്സവത്തിൽ പങ്കെടുത്തു എന്നാണ് അവസാനമായി അറിയാൻ സാധിക്കുന്നത്. ഈ നൃത്തോത്സവത്തിൽ പങ്കെടുത്ത നർത്തകർക്കൊക്കെയും നീല നിറത്തിലുള്ള സാരിയാണ് നൽകിയിരുന്നത്. നൃത്തോത്സവത്തിന്റെ സ്പോൺസേഴ്സായ കല്യാൺ സിൽക്കിൽ നിന്നാണ് ഈ സാരി വാങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 390 രൂപയ്ക്കാണ് ഒരു സാരി കല്യാൺ സിൽക്കിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. അതായത് 12,000 നർത്തകർ 11,600 എന്നുള്ളതാണ് അവസാനത്തെ കണക്ക്. ഈ 11,600 പേർക്ക് ധരിക്കുന്നതിന് വേണ്ടി കല്യാൺ സിൽക്കിൽ നിന്നും സാരി ഒന്നിന് 390 രൂപയ്ക്ക് വാങ്ങിയ സാരി നർത്തകർക്ക് കൊടുത്തത് 1,600 രൂപ വിലയ്ക്കാണ് എന്നാണ് അവസാനമായി അറിയാൻ കഴിയുന്നത്. 390 രൂപയുടെ സാരി 1,600 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1,600-ൽ നിന്നും 390 കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ കിട്ടുന്ന ലാഭം 1,210 രൂപയാണ് ഒരു സാരിയിന്മേൽ സംഘാടകർക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 11,600 സാരിക്ക് 1,210 രൂപ വച്ച് കൂട്ടിയാൽ 1,40,36,000 രൂപയാണ് സാരിക്ക് മാത്രമായി ലാഭം കിട്ടിയിരിക്കുന്നത്. മൃദംഗവിഷൻ എന്ന ഒരു സാംസ്കാരിക സംഘടന, വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൃദംഗവിഷൻ എന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് മൃദംഗോത്സവം എന്ന പേരിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ 1,40,36,000 രൂപ സാരി ഇനത്തിൽ മാത്രം സംഘാടകർക്ക് അണിയാൻ കൊടുത്ത സാരി ഇനത്തിൽ മാത്രം ഇവർക്ക് ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ ഇനിയും കൊള്ളയുടെ കണക്ക് അവിടെ തീരുന്നില്ല. 11,600 പേർ നൃത്ത പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത ദിവ്യ ഉണ്ണി ഒഴികെയുള്ള ആളുകളിൽ നിന്നും 3,500 രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിയാൻ സാധിച്ചതും ഇത് തന്നെയാണ്. പല നർത്തകികളും തങ്ങളിൽ നിന്നും സംഘാടകർ 5,000 രൂപ വരെ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കണക്ക് അവിടെ മാറ്റിവെച്ചാൽ പോലും 11,600 പേര് 3,500 രൂപ വച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ 11,600 ഗുണം 3,500 സമം 4,05,96,500 രൂപ. ഏതാണ്ട് 6 കോടി രൂപയുടെ അടുത്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് 3,500 രൂപ വെച്ച് ഒരു നർത്തകയിൽ നിന്നും വാങ്ങിയ പൈസയാണ് ഈ കണക്ക്. അങ്ങനെയെങ്കിൽ 5,000 രൂപ വെച്ച് ചിലരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 8 കോടി രൂപയുടെ അധികമായി മാറും. അതായത് ഈ ഒറ്റ നൃത്ത പരിപാടിയിൽ നിന്നും 8 മിനിറ്റ് നീളുന്ന ഒരു നൃത്ത പരിപാടിയിൽ നിന്നും സംഘാടകർ വസൂലാക്കിയിരിക്കുന്നത് ഏതാണ്ട് 6 കോടിക്കും 8 കോടിക്കും ഇടയിലുള്ള ഒരു സംഖ്യയാണ് എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിൽ താഴെ മാത്രമാണ് GCDAക്ക് ഈ ഗ്രൗണ്ട്, അതായത് സ്റ്റേഡിയം വാടകയ്ക്ക് എടുക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ആയി ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി അത്രയും തുക സംഘാടകർക്ക് 8 മിനിറ്റ് പരിപാടിക്ക് വേണ്ടി കയ്യിൽ വന്നിരിക്കുന്നത് ഇത്രയും കോടികളാണ്. ഏതാണ്ട് 6 കോടി രൂപ മുതൽ 8 കോടി രൂപ വരെ. ഇതിൽ എത്ര കോടി രൂപ ദിവ്യ ഉണ്ണിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അന്വേഷണത്തിലൊടുവിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഈ പരിപാടിയിൽ അശാസ്ത്രീയമായി പണിതുയർത്തിയ സ്റ്റേജിൽ നിന്നും 15 അടി താഴേക്ക് ഉമാ തോമസ് എന്ന MLA വീണതോടു കൂടിയാണ്
സംഘാടകരുടെ ഇത്തരം കള്ളക്കളികൾ പുറത്തു വരുന്നത്. ഉമാ തോമസിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇതുപോലുള്ള കബളിപ്പിക്കൽ പരിപാടികൾ ഇനിയും അരങ്ങേറും. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിലും വലിയ ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഉമാ തോമസ് മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് റിനൈ മെഡിസിറ്റിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ 8 മിനിറ്റ് നേരത്തേക്ക് ഒരു പരിപാടി നടത്തിയ സംഘാടകർ 6 കോടി മുതൽ 8 കോടി രൂപ വരെയാണ് ഇതിൽ നിന്നും ഈടാക്കിയത് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിന് 1 കോടി രൂപ വച്ചാണ് സംഘാടകരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ മലയാളി വീണ്ടും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലയുടെയും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും പേരിൽ ആളുകൾ തടിച്ചുകൂടുമ്പോൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജനം കൈയയച്ച് സഹായിക്കുമ്പോൾ ഇവിടെ കലാകാരന്മാർ എന്ന് പറയുന്ന ആളുകൾ സാധാരണ ജനത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലാഭം മാത്രം ലക്ഷ്യമാക്കി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകർ കലാകാരന്മാരെയും പറ്റിച്ച് അവരിൽ നിന്നും സാരി ഇനത്തിലും മേക്കപ്പ് ഇനത്തിലും രജിസ്ട്രേഷൻ ഇനത്തിലുമെല്ലാം കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റി എന്ന് പറയുമ്പോൾ അവിടെ നടന്നത് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നത് നൃത്തോത്സവം എന്ന ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നില്ല. കരിം കൊള്ളയാണ് നടന്നത്. കൊള്ളയുടെ നൃത്തോത്സവമാണ് നടന്നത്. കോടികൾ അട്ടിമറിക്കുന്ന കൊള്ളയുടെ നൃത്തോത്സവമാണ് നടന്നത്. ഈ കൊള്ളയുടെ നൃത്തോത്സവം നടത്തിയ സംഘാടകർക്കെതിരെ ഇപ്പോൾ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോരാ, കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പാലാരിവട്ടത്ത് സംഘാടകരും ഇതിന്റെ ഈവന്റ് മാനേജ്മെന്റും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ പോലീസിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നു. സംഘാടകർ ഇനി അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. ഏതായാലും കരിങ്കൊള്ളയുടെ കോടികൾ, 1 മിനിറ്റിന് 1 കോടി എന്ന ഇനത്തിൽ 8 മിനിറ്റ് കൊണ്ട് 8 കോടി രൂപയാണ് സംഘാടകർ ഈ നൃത്തോത്സവത്തിൽ നിന്നും തട്ടിയെടുത്തത് എന്ന് പറയുമ്പോൾ മലയാളി വീണ്ടും മറ്റൊരു തട്ടിപ്പിനിരയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.